Audio Jungle. ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം ജില്ലയിലെ സംക്രാന്തി ജംഗ്ഷനിൽ നിന്നും, അതായത് MC റോഡിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും 30 സെൻറ്റ് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 25 മീറ്റർ ദൂരമേ ഉള്ളൂ ഈ വീട്ടിലേക്ക്. ഞാൻ ആദ്യമേ വീഡിയോയുടെ സ്റ്റാർട്ടിങ് വണ്ടി പോകുന്ന കാണിച്ചിട്ടുണ്ട്. അത് ബസ് റൂട്ടാണ്. സംക്രാന്തി ജംഗ്ഷനിൽ നിന്നും പേരൂർക്ക് പോകുന്ന റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 ബെഡ്റൂമുണ്ട്. 3 സാധാ വലിപ്പമുള്ള ബെഡ്റൂമും ഒരു എണ്ണം അല്പം കൂടി ചെറുതായിട്ടുള്ള 4 ബെഡ്റൂമാണ്. 2300 സ്ക്വയർ ഫീറ്റ്. ഒരു യൂസ്ഡ് ഹൗസാണ്. ഏകദേശം ഒരു 8-9 വർഷത്തെ പഴക്കമുള്ള വീടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അയൽവക്കം എല്ലാം ചുറ്റിനുമുണ്ട്. അതുപോലെ തന്നെ റോഡിലേക്ക് അധികം ദൂരമില്ല. 25 മീറ്റർ ദൂരം കയറിയാൽ മെയിൻ PWD റോഡിലേക്കാണ്. വെള്ളപ്പൊക്ക ഭീഷണിയൊന്നുമില്ലാത്ത നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന സ്ഥലവില മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് ആർക്ക് വേണേലും അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അവിടുത്തെ സെൻറ്റ് വില എത്ര രൂപയുണ്ടെന്ന്. ഈ വീടിന് സ്ഥലത്തിനൂടി സെല്ലർ ചോദിക്കുന്ന വില 1 കോടി രൂപ മാത്രമേ ഉള്ളൂ. വില നെഗോഷ്യബിളാണ്. 30 സെൻറ്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റുള്ള ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യമാണ്. ഈ വീട് നമുക്കൊന്ന് പെയിൻ്റ് അടിക്കണമെന്നുള്ള ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ഒന്ന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിയായി കിടക്കും. അപ്പോൾ അതുപോലെ ഇവിടുത്തെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപയ്ക്ക് മുകളിൽ സെൻറ്റിന് വിലയുള്ള ഏരിയ ആണ്. കാരണം റോഡുമായിട്ട് ഇത്ര അടുത്താണ്, ബസ് റൂട്ടുമായിട്ട് അത്ര അടുത്താണ്. അപ്പോൾ ഇത് 30 സെൻറ്റ് സ്ഥലമുണ്ട്. നമ്മൾ 3 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 90 ലക്ഷം രൂപയായില്ലേ. അപ്പം സ്ഥലത്തിൻ്റെ വില കിട്ടിയാൽ ഈ വീടും സ്ഥലവും കൊടുക്കുന്നതായിരിക്കും. അതാണ് സെല്ലറ്. നല്ലൊരു സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന വീടാണ്. ഇതാണ് സിറ്റ് ഔട്ടൊക്കെ ഗ്രില്ലിട്ട് കംപ്ലീറ്റ് അടവാക്കിയിരിക്കുന്നു. ഒരു യു ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. സൈഡെല്ലാം ചാരുപടിയാണ്. ഇതെല്ലാം തടികൾ കൊണ്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ 2 സ്പേസ് ഉണ്ട്. ഈ കാണുന്ന സ്പേസും യു ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇത് ഈ കാണുന്ന. അതുപോലെ തന്നെ 2 കാർ പോർച്ച് ഉണ്ട്. ഇത് സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ചാരുപടിയൊക്കെ വെച്ച് നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഒരു സിറ്റ് ഔട്ട് ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മളെ കാരിത്താസ് ഭാഗമൊക്കെ ആയിട്ട് അടുത്ത് ആണ് ഈ വീടുമായിട്ട്. കാരിത്താസ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനായിട്ട് അധികം ദൂരമില്ല. അതുപോലെ തന്നെ ഏറ്റുമാനൂർ MC റോഡിലേക്ക് 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നിന്ന്. അതും ബസ് റൂട്ടാണ്. നല്ലൊരു ഭംഗിയുള്ള ഒരു വീടും സ്ഥലവുമാണ്. 30 സെൻറ്റ് സ്ഥലം, 4 ബെഡ്റൂം. ചോദിക്കുന്ന വില 1 കോടി രൂപയേ ഉള്ളൂ. വില നെഗോഷ്യബിളാണ്. സൈഡൊക്കെ ഈ സ്റ്റോണേൽ ഫിറ്റ് തീർത്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ലിവിങ് സ്പേസ് ആണ്. ആളിപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വാടകക്കാരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. എങ്കിലും ഞാൻ ചെന്നതിൻ്റെ പുറത്ത് എടുത്തതാണ് വീഡിയോ. അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ള വീടാണ്. ടോയ്സും ഇതുമെല്ലാം അതിൽ ഒക്കെ ഫ്ലോറിൽ കൂടിയൊക്കെ ചെതറി കിടപ്പുണ്ട്. വാടകക്കാർ താമസിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുറവുകളുണ്ടല്ലോ. അങ്ങനെ ഉള്ള ഇതാണ്. ഇതൊരു നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോളാണ്. അതുപോലെ തന്നെ സ്വീകരണ മുറിയാണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള സെറ്റുകളും കാര്യങ്ങളും എല്ലാം ഇടാൻ നല്ല സ്പേസ് ഉള്ള ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ ഭാഗം. ഇത് വാഷ് ഏരിയ ആണ്. നമ്മൾ ഒരു ആദ്യത്തെ ബെഡ്റൂമാണ്. ഒരു വലിപ്പമുള്ള കിങ് സൈസിലുള്ള ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. വാർഡ്രോബ്സുകളുണ്ട്. വാർക്കയാണെങ്കിലും സീലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. വാർക്കയുടെ അടി സീലിംഗ് ചെയ്തിരിക്കുന്നതാണ്.
ഇത് അറ്റാച്ച്ഡ് റൂമാണ്. ഏറ്റുമാനൂർ ഭാഗത്തെ അതുപോലെ തന്നെ ഈ വീടിൻ്റെ സമീപത്തുള്ള എല്ലാ സ്കൂളുകളിലെയും വണ്ടികൾ നമ്മുടെ ഈ വീട്ടിൽ നിന്നും തൊട്ടടുത്ത് 25 മീറ്റർ ദൂരമേ ഉള്ളൂ ബസ് റൂട്ടിലേക്ക്. അതിലെ പാസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് സ്കൂളിൽ പോകാനോ കോളേജിൽ പോകാനോ എല്ലാം സ്കൂൾ വണ്ടികളും കോളേജ് വണ്ടികളും എല്ലാം ഇതിലെ പാസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് സംക്രാന്തി ടൗണിലേക്ക് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കാരിത്താസ് അടുത്താണ്. കോട്ടയം പോകാനും എല്ലാം എളുപ്പമുള്ള ഒരു മേഖലയാണ് സംക്രാന്തി. നല്ല ലാൻഡ് വാല്യൂ ഉള്ള ഏരിയ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഈ റൂമിലും വാർഡ്രോബ്സ്, നല്ല വലിപ്പമുള്ള വാർഡ്രോബ്സുകൾ വെച്ചിട്ടുണ്ട്. മഴയായതിൻ്റെ പുറത്ത് തുണിയൊക്കെ ഉണങ്ങാനായിട്ട് ഒരു റൂമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അല്പം വലിപ്പക്കുറവുള്ള ഒരു റൂമെന്ന് പറഞ്ഞത്. എന്നാലും മറ്റേതിൻ്റെ റൂമിൻ്റെ ഒപ്പം തന്നെ ഇല്ലെന്നേ ഉള്ളൂ. 4 ബെഡ്റൂമാണ്, അല്ലെങ്കിൽ 3 ബെഡ്റൂം, ഒരു സ്റ്റഡി റൂമായിട്ട് വേണേലും കൂട്ടാം. നമ്മളവിടുന്ന് നേരെ അടുക്കളയുടെ ഭാഗത്തേക്കാണ്. നല്ല വലിപ്പമുള്ള അടുക്കളയാണ്. കിച്ചൺ എന്ന് പറഞ്ഞാൽ ബോട്ടം സൈഡിലെല്ലാം നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. തടികൾ കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ടോപ്പ് സൈഡിലാണെങ്കിലും അത് നല്ലൊരു വീടാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീടാണ്. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ യൂസ്ഡ് ഹൗസ് ആയതിൻ്റെ പുറത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളൊന്ന് പെയിൻറ്റ് അടിക്കണമെന്നുള്ള ഇത് പെയിൻറ്റിൻ്റെ ഒരു കുറവുണ്ടാവുക. കാരണം ഒരു വർഷം, ഒരു 5-6 വർഷമേലും ആയിട്ടുണ്ട്. ഇവർ വാടകയ്ക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ പുറത്ത് അങ്ങനെ പെയിൻറ്റും ഒന്നും അടിച്ചിട്ടില്ല. പോരാതെ തന്നെ ഏറ്റുമാനൂർ ഭാഗമാണ്. ഒരാൾ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം പിറ്റേ ദിവസം തന്നെ റെൻറ്റിന് ആൾക്കാരെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. ഇതാണ് നമ്മുടെ അടുത്ത വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാലും ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനും അതുപോലെ തന്നെ വർക്ക് ഏരിയയുമാണ്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ 8156873501. ഇതൊരു വിറകടുപ്പാണ്. അവർ വിറകടുപ്പ് ഉപയോഗിക്കുന്നില്ല, എങ്കിലും വിറകടുപ്പ് നമുക്ക് വിറക് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. ഇതൊരു സേഫ്റ്റി ഡോറാണ്. ഗ്രില്ല് വെച്ച് നല്ല സ്റ്റീലിൻ്റെ തന്നെ ഡോറാണ്. ഇതാണ് വീടിൻ്റെ മുറ്റവും അതിൻ്റെ ചുറ്റുവട്ടമാണ്. ടൈലൊക്കെ ഇത് മഴയായതിൻ്റെ പുറത്ത് പള്ളയൊക്കെ പിടിച്ച് കിടപ്പുണ്ട് ടൈലിൻ്റെ ഇടയ്ക്കൊക്കെ. അല്ലാതെ തന്നെ നമുക്ക് 30 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. ആ ബൗണ്ടറി വാളിനും കോമ്പൗണ്ട് വാളിനും ഇടയിൽ കാണുന്ന സ്പേസ് നമ്മുടേതാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതെല്ലാം ഇപ്പം കാട് പിടിച്ച് കിടക്കുകയാണ്. അത് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അവർക്ക് കൃഷിയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഒരു സൈഡ് 2 സൈഡിലും സ്ഥലം ഇഷ്ടംപോലെയുണ്ട്. ഇതിൻ്റെ അകത്ത് പ്ലാവുണ്ട്, ജാതിയുണ്ട്, വാഴയൊക്കെ നിൽക്കുന്ന ഭാഗം, ഈ പ്ലാവും എല്ലാം ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. അതാണ് നമ്മുടെ കോമ്പൗണ്ട് വാളിന് വെളിയിലേക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഇത് ആ കാണുന്ന ഭാഗമെല്ലാം നമുക്ക് ഇതിനോട് കൂടി ഉള്ളതാണ്. അപ്പം കോട്ടയം ഭാഗത്ത് അല്ലെങ്കിൽ കാരിത്താസിൻ്റെ ഭാഗത്ത് ഏറ്റുമാനൂർ ഭാഗത്തൊക്കെ വീട് നോക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ, എന്നാൽ ടൗണുമായിട്ട് അല്പം ഉള്ളിലേക്ക് മാറി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നല്ലൊരു വീടും സ്ഥലവുമാണ്. കാരണം ഇത് വില ചോദിക്കുന്നത് 1 കോടി രൂപയേ ഉള്ളൂ. വില നെഗോഷ്യബിളാണ്. സ്ഥലത്തിൻ്റെ വില, വീടിൻ്റെ വില നമ്മൾ കൂട്ടണ്ട. കാരണം ഇത്രയും നല്ലൊരു വീട് നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ഫൈൻ വീടാണ്. കാരണം ഇതിലും നമുക്ക് ലുക്ക് തോന്നും ഒന്ന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിൻ്റെ വില മാത്രം കൂട്ടിയാൽ മതി. ഇവിടുത്തെ സ്ഥലത്തിന് നമ്മൾ പറയുന്ന വിലയല്ല, അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഒരു 3.5 രൂപ റോഡ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലുണ്ട്. ഇതിപ്പോൾ മെയിൻ റോഡുമായിട്ട് 25 മീറ്റർ ദൂരമേ ഉള്ളൂ. 4 രൂപ 4.5 രൂപ റോഡ് ഫ്രണ്ടേജ് തീർന്നുള്ളതിന് വിലയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു വീടും സ്ഥലവുമാണ്. എടുക്കുന്ന ആൾക്കാർക്ക് ഇത് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും. കാരണം ലാൻഡിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ, വീടിന് വിലയില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സംക്രാന്തി ഭാഗത്തൊക്കെ വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു വീടായിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.